2024 ദേശീയ അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഈ പ്രാവശ്യം അർഹതപ്പെട്ട അവാർഡ് തന്നെ കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. 2000 കാലഘട്ടം വരെ സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും കറക്റ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. 2020 വരെയുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പല താല്പര്യ ലെവലിൽ അനുസരിച്ച് കൊടുക്കുന്നതായിട്ടും കാണുവാൻ സാധിച്ചു. അതോടുകൂടി ഇതിൻ്റെ അവാർഡിൻ്റെ വില തന്നെ പോയി. ഇപ്പോൾ അമിതാഭ് ബച്ചനോടൊപ്പം തന്നെ, അതായത് 4 തവണയുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കും കിട്ടിയെന്ന് പറയാം. മമ്മൂട്ടിയുടെ അവാർഡ് എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സിനിമകളും അർഹതപ്പെട്ട സിനിമയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മമ്മൂട്ടിക്ക്, അമിതാഭ് ബച്ചന്, മോഹൻലാലിന് കിട്ടിയിരിക്കുന്ന അവാർഡുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ അവാർഡ് 1989 ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ചന്തു ചേകോരായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറായിട്ടുമുള്ള അവിസ്മരണീയ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവാർഡ്. മതിലുകൾ എന്ന സിനിമയിലായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിച്ചത്. രണ്ടാമത്തെ അവാർഡ് കിട്ടുന്നത് 1993 വിധേയൻ പൊന്തൻപാട എന്ന സിനിമയിലായിരുന്നു. ഭാസ്കര പട്ടേൽ, മാട എന്നീ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന്. ഇവിടെ എടുത്തു പറയാവുന്ന കാര്യമെന്ന് വെച്ചാൽ, വിധേയൻ എന്ന സിനിമയും പൊന്തൻപാടയും 2 വർഷങ്ങളിലായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ 2 വർഷത്തെ ദേശീയ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അത്രയ്ക്കും മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. മൂന്നാമത്തെ അവാർഡ് അതിനേക്കാട്ടിൽ ഉപരിയായി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ 1998 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറുടെ ജീവചരിത്രം, അതോടൊപ്പം രൂപഭാഗങ്ങളിൽ പോലും അതിന് സാമ്യമുണ്ടായിരുന്നു. നാലാമത് 2024 ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കും. അമിതാഭ് ബച്ചന് 7 തവണ ദേശീയ അവാർഡ് ലഭിച്ചെങ്കിലും മികച്ച നടനുള്ള അവാർഡ് 4 തവണയാണ് ലഭിച്ചത്. അഗ്നിപഥ് 1990, ബ്ലായ്ക്ക് 2005, പാ 2009, പിക്കു എന്ന് പറയുന്ന സിനിമ 2015. അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അവാർഡ് ബ്ലായ്ക്ക്, പാ എന്ന സിനിമ തന്നെയാണെന്ന് പറയാം. മോഹൻലാലിന് ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 6 തവണയാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 2 തവണയാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടനുള്ള അവാർഡ് ഭരതം എന്ന സിനിമയിൽ 1991 കർണാടക സംഗീതജ്ഞനായ കല്ലൂർ ഗോപിനാഥൻ എന്ന കഥാപാത്രത്തിലാണ് മോഹൻലാൽ തൻ്റെ ആദ്യത്തെ മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കുന്നത്. വാനപ്രസ്ഥം എന്ന സിനിമയിൽ 1999 കുഞ്ഞിക്കുട്ടൻ എന്ന കഥകളി കഥാകാരൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. രണ്ടും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ചതിലൂടെ ലഭിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മോഹൻലാലിന് ലഭിച്ച മറ്റ് 4 അവാർഡുകൾ എന്ന് പറഞ്ഞാൽ, കിരീടം എന്ന സിനിമയിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. വാനപ്രസ്ഥം എന്ന സിനിമയിൽ മികച്ച നിർമ്മാതാവിനുള്ള അവാർഡ് ലഭിച്ചു. പുലിമുരുകൻ, ജനതാ ഗാരേജ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയ്ക്ക് 2016 അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിച്ചു. പ്രത്യേക ജൂറി അവാർഡായിരുന്നു ലഭിച്ചത്. ഇതിൽ ജനതാ ഗാരേജ് തെലുങ്ക് സിനിമയായിരുന്നു കൂടി ഓർക്കണം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ ചരിത്രരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഭാരത സർക്കാർ നൽകുന്ന ഉയർന്ന ദേശീയ പുരസ്കാരമായ ദാദാ സാഹിബ് അംബേദ്കർ അവാർഡും ലഭിച്ചു. അമിതാഭ്